ഹലോ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ കോട്ടയം നാഗമഠ സ്റ്റാൻഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. ഒരു മനുഷ്യൻ ബെഞ്ചിലിരുന്ന് ബുക്കിൽ എന്തൊക്കെയോ വരച്ചു കുറിക്കുന്നു. പുള്ളി നേരെ നോക്കുന്നു, ബുക്കിലേക്ക് നോക്കുന്നു, നേരെ നോക്കുന്നു, ബുക്കിലേക്ക്. ഇതെന്താണെന്നറിയാം, നമ്മുടെ മലയാളികളുടെ ഒളിഞ്ഞു നോട്ട് ആകാംക്ഷ നമ്മൾ പുറകെ കൂടെ പോയി നോക്കിയപ്പോൾ കാണേണ്ട കാഴ്ച എന്താണെന്നറിയോ? ആഹാ, പുള്ളിക്കാരൻ്റെ മുന്നിലിരുന്ന് ഒരു ചെരുപ്പ് കുത്തി ചെരുപ്പ് തുന്നുന്നുണ്ട്. മുന്നിൽ കണ്ട ജീവനുള്ള ചിത്രത്തെ വേറൊരു ഒരു പെൻസിലിൻ്റെ മുനയ്ക്ക് അറ്റത്ത് നിന്ന് ബുക്കിൻ്റെ വെളുത്ത പേജിലേക്ക് കുടഞ്ഞിട്ട് അത്ഭുതകരമായിട്ട് പുനരാവിഷ്കരിക്കുന്ന ഒരു അത്ഭുത കലാകാരനാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. നഗരവീഥികളിലെ തിരക്കുകൾക്കിടയിൽ സാധാരണക്കാരുടെ ജീവിതം അസാധാരണമായിട്ട് ആവിഷ്കരിക്കുന്ന അനേകം കലാകാരന്മാരുള്ള നാടാണ് നമ്മുടെ കൊച്ചു കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ ഇങ്ങനെ ഒരു കലാകാരനെ കണ്ടാൽ പരിചയപ്പെടാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ഇത് നല്ല അസലായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. പുള്ളിക്കാരൻ്റെ കയ്യിൽ മഞ്ഞ നിറങ്ങൾ പടർന്ന ഒരു പഴയ ഡയറിക്കുള്ളിൽ എത്ര ചിത്രങ്ങളാണ് കണ്ടത്. ഇതെല്ലാം തെരുവിലെ തെരുവോരങ്ങളിലെ സാധാരണ ജീവിതങ്ങളുടെ ദൈന്യതയും ദാരിദ്ര്യവും നിസ്സഹായതയും ഒക്കെ വിളിച്ചോതുന്ന ചിത്രങ്ങൾ. നമ്മളൊക്കെ തിരക്കേറിയ നഗരവീഥികളിലൂടെ ഇങ്ങനെ ധൃതിക്ക് നടന്നു പോകുമ്പോഴത്തേക്കും വഴിയരികിൽ കിടന്നുറങ്ങുന്ന ഭിക്ഷക്കാരനെയോ അല്ലെ പൂ വിൽക്കുന്ന അമ്മച്ചിയോ അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് ചത്ത പൂച്ചക്കുഞ്ഞിനെയോ അല്ലെ തെരുവോരത്ത് വിശ്രമിക്കുന്ന നായ്ക്കുട്ടിയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയുള്ള സാധാരണ ജീവിത ചിത്രങ്ങളെയാണ് ഇദ്ദേഹം അസാധാരണമായിട്ട് വരച്ച് അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പരിചയപ്പെട്ടപ്പോഴത്തേക്കാണ് കേട്ടോ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ കലാകാരനുണ്ടല്ലോ, പുള്ളി ഒരു ചിത്രരചന കലാകാരനും ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റും ഒക്കെയാണെന്ന് മനസ്സിലായത്. പല പ്രമുഖ നടന്മാരുടെയും ഫിഗറൊക്കെ ചെയ്ത് അനേകം വേദികളിൽ കയ്യടി നേടിയ ഈ എളിയ കലാകാരനെ ആദരപൂർവ്വം സംസാരിച്ച് മടങ്ങുന്ന നേരം നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെ അറിയപ്പെടാത്ത, വേണ്ടത്ര അംഗീകാരം കിട്ടാത്ത എത്ര കലാകാരന്മാർ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ളവരെ കാണാനും പരിചയപ്പെടാനും കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ? എന്നാൽ ഇന്നത്തെ ലൈക്ക് ഈ കലാകാരൻ ഇരിക്കട്ടെ അല്ലേ?